ഒരു മോശം ശീലം വിട്ടുകളയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? 2-3 ദിവസം കഴിഞ്ഞ് പലവട്ടം ശ്രമിച്ചിട്ടും വീണ്ടും അതിലേക്ക് തിരികെ പോയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു രഹസ്യമാണ്. ആ രഹസ്യം മനസ്സിലായാൽ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാകും. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണേ. നമസ്കാരം. നമ്മളെല്ലാവർക്കും മാറ്റണം എന്ന് തോന്നുന്ന ചില മോശം ശീലങ്ങളുണ്ടാകും. ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത്, പഠനം മാറ്റിവെക്കുന്നത്, മടി, വൈകി ഉറങ്ങുന്നത്, അങ്ങനെ പലതും. പലവട്ടം നമ്മൾ തീരുമാനിക്കും ഇനി ഇത് ചെയ്യില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പഴയ ശീലം വീണ്ടും തിരികെ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മൾ ശീലത്തോട് മാത്രം പോരാടുന്നു, അതിൻ്റെ കാരണം കണ്ടെത്താറില്ല. ഇതിൻ്റെ രഹസ്യം എന്താണ്? മോശം ശീലം നേരിട്ട് നിർത്താൻ ശ്രമിക്കരുത്. പകരം ആ ശീലത്തിന് പകരം ഒരു നല്ല ശീലം കൊണ്ടുവരിക. ഉദാഹരണത്തിന്, ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കണമെന്ന് തോന്നിയാൽ ആ 5 മിനിറ്റ് ഒരു പുസ്തകം വായിക്കുക. ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു പഴമോ വെള്ളമോ തിരഞ്ഞെടുക്കുക. മനസ്സ് ഒരു ശീലം ഒഴിവാക്കുന്നതിനേക്കാൾ മറ്റൊരു ശീലം സ്വീകരിക്കാൻ എളുപ്പമാണ്. ചെറിയ മാറ്റങ്ങൾ, അതിനെപ്പറ്റി പറയാം. നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക. പഠിക്കുമ്പോൾ ഫോൺ അകലെ വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരവസരം ഒപ്പിക്കാതിരിക്കുക. ജങ്ക് ഫുഡ് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പമാക്കുകയും മോശം ശീലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുക. ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ശീലവും മാറില്ല. ഒരു ദിവസം തെറ്റുപറ്റിയാലും സ്വയം കുറ്റപ്പെടുത്തരുത്. അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക. വിജയിക്കുന്ന ആളുകൾ ഒരിക്കലും വീഴാത്തവരല്ല, എത്ര വീണിട്ടും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവരാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മോശം ശീലം ചെയ്യുമ്പോൾ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ആ സന്തോഷം വളരെ കുറച്ച് സമയത്തേക്കാണ്. ഉദാഹരണത്തിന്, പരീക്ഷ അടുത്തിരിക്കുമ്പോൾ പഠിക്കുന്നതിന് പകരം ഫോൺ നോക്കാൻ തോന്നും. ആ നിമിഷം അത് രസകരമായി തോന്നും. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ കുറ്റബോധം വരും. അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടും ജങ്ക് ഫുഡ് കഴിച്ചാൽ ആദ്യം സന്തോഷം കിട്ടും, പിന്നീട് വിഷമം തോന്നും. അതുകൊണ്ട് ഒരു ചോദ്യം സ്വയം ചോദിക്കൂ: ഈ ശീലം എനിക്ക് 5 മിനിറ്റിൻ്റെ സന്തോഷമാണോ നൽകുന്നത്, അതോ നല്ലൊരു ഭാവിയാണോ? ഈ ഒരു ചോദ്യം പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. മോശം ശീലം ഉപേക്ഷിക്കുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ തവണയും ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നാം കുറച്ചുകൂടി ശക്തരാകുന്നു. ഓർക്കുക, ഓരോ തവണ നിങ്ങൾ ഓരോ മോശം ശീലം ഒഴിവാക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ വിജയത്തിലേക്ക് ഒരു ചുവടുകൂടി അടുപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം ശീലം തിരഞ്ഞെടുക്കൂ. അതിനു പകരം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ശീലവും തീരുമാനിക്കൂ. ഓർക്കുക, മോശം ശീലങ്ങളെ തോൽപ്പിക്കുന്നത് മനക്കരുത്ത് കൊണ്ട് മാത്രമല്ല, നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടാണ്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.